അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ലാത്ത ഗുരുവായൂർ ക്ഷേത്രത്തിൽ അഹിന്ദു ആയിട്ടുള്ള ഒരു യുവതി കയറി അവിടുത്തെ കുളത്തിലൊക്കെ കാൽ നനച്ചുകൊണ്ട് ഒരു റീൽസ് ചിത്രീകരിക്കുകയുണ്ടായി. ആ റീൽസ് ആണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ ചർച്ചയായിരിക്കുന്നത്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പെൺകുട്ടി അവിടെ കാല് നനച്ചു എന്നതുകൊണ്ട് തന്നെ 7 ദിവസത്തെ ശുദ്ധീകലശ പൂജകൾ ചെയ്യണം എന്നാണ് ഗുരുവായൂർ ദേവസ്വം ബോർഡ് പുറത്തേക്ക് വാർത്ത അറിയിച്ചിരിക്കുന്നത്. അതാണ് അവിടെ ചെയ്യാൻ പോകുന്നത്. അത് ക്ഷേത്രം അടച്ചിട്ട് വരെയുള്ള പൂജകൾ അവരവിടെ ചെയ്യുകയാണ്. അപ്പൊ 2025 ഒരു മനുഷ്യൻ ഒരു കുളത്തിൽ കാൽ നനച്ചതിന് ഇത്രയധികം അശുദ്ധി കൽപ്പിക്കേണ്ടതുണ്ടോ എന്ന ചോദ്യമാണ് പൊതുമാധ്യമങ്ങളിൽ ഉയർന്നു വരുന്നത്. അതിനോടൊപ്പം തന്നെ നമ്മൾ ചർച്ച ചെയ്യേണ്ട സംഗതിയാണ് ആരാധനാലയങ്ങളിൽ മനുഷ്യർ പാലിക്കേണ്ട മര്യാദകൾ. അതോടൊപ്പം ഇന്ത്യ എന്ന വലിയൊരു സമൂഹത്തിന്റെ ഇടയിൽ ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്ന മതപരമായിട്ടുള്ള വിശ്വാസങ്ങളും ആചാരങ്ങളും ഒന്നിനെയും ഹനിക്കാതെ ഇതിൽ പറയേണ്ട കാര്യങ്ങൾ പറയാം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ കാര്യത്തിലേക്ക് പോവാം. വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പായി സംഭാവനകളുടെ കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. പബ്ലിക് ഒപ്പീനിയൻ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് പ്രേക്ഷകരായി നിങ്ങൾ നൽകുന്ന സംഭാവനകൾ കൊണ്ടാണ്. ഏതൊരു വിഷയത്തിലും നമ്മൾ പറയുന്ന ഒരു കാര്യം ഒരു ഭാഗം മനുഷ്യർക്ക് ഇഷ്ടപ്പെടാതെ വന്നേക്കാം. അങ്ങനെ ഇഷ്ടപ്പെടാത്ത മനുഷ്യരെല്ലാവരും ചേർന്ന് നെഗറ്റീവ് റിപ്പോർട്ട് അടിച്ചത് കൊണ്ട് തന്നെ നമുക്ക് സമൂഹ മാധ്യമങ്ങളിൽ യൂട്യൂബ്, ഫേസ്ബുക്ക് പോലുള്ള മാധ്യമങ്ങളിൽ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ കിട്ടിക്കൊണ്ടിരുന്ന വരുമാന മാർഗമായ മോണിറ്റൈസേഷൻ ഇപ്പോൾ ഇല്ലാതായിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരോട് നമ്മൾ സാമ്പത്തികമായ പിന്തുണ ആവശ്യപ്പെടുന്നത്. അപ്പോൾ പോലും ഇത് തുടർന്ന് കാണണം, ചാനലിനെ പിന്തുണയ്ക്കണം എന്ന് വിചാരിക്കുന്നവരോട് മാത്രമാണ് നമ്മൾ സഹായം ആവശ്യപ്പെടുന്നത്. അല്ലാത്തവരൊന്നും ചെയ്യേണ്ട എന്ന് എടുത്തെടുത്ത് എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് പോവാം. കഴിഞ്ഞ ദിവസം വൈറലായ ഒരു റീൽസ് ചിത്രീകരണത്തെ കുറിച്ചാണ് പറയുന്നത്. ജാസ്മിൻ ജാഫർ എന്ന ഒരു യുവതിയാണ് ഈ റീൽസ് ചിത്രീകരിച്ചിരിക്കുന്നത്. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്നൊക്കെയാണ് സമൂഹ മാധ്യമങ്ങളിൽ പറയുന്നതെങ്കിലും എനിക്ക് തോന്നുന്നില്ല സോഷ്യൽ മീഡിയയിലെ അക്കൗണ്ട് ഉള്ളതിന്റെ പേരിൽ എല്ലാ ഫോട്ടോസും വീഡിയോസും റീൽസും ഒക്കെ ആഡ് ചെയ്യുന്ന എല്ലാവരും തന്നെ ഇൻഫ്ലുവൻസേഴ്സ് അല്ല. അല്ലെങ്കിൽ തന്നെയും അതിൽ ബാഡ് അല്ലെങ്കിൽ ഗുഡ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് തിരിക്കേണ്ടി വരും. കാരണം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടാകാം, പലരെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടാകാം, പക്ഷെ അതൊന്നും നല്ലതായിട്ടുള്ള ഒരു സംഗതിയാണെന്ന് തോന്നുന്നില്ല. ജാസ്മിൻ ജാഫർ ഒരു ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് കൂടെയായിരുന്നു. അപ്പൊ ബിഗ് ബോസിലൂടെയൊക്കെ ആളുകൾക്ക് കുറച്ചുകൂടി സുപരിചിതയായ ഒരു സെലിബ്രിറ്റി ആണെന്ന് പറയാം. അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തി ഗുരുവായൂർ അമ്പലത്തില് റീൽസ് ചിത്രീകരിച്ചു. അപ്പൊ അമ്പലത്തിൽ റീൽസ് ചിത്രീകരിക്കുന്നതൊന്നും ശരിക്കും പറഞ്ഞാൽ പുതിയൊരു സംഭവമാണോ എന്ന് ചോദിച്ചാൽ ഒരുപാട് അമ്പലങ്ങളിൽ പോയിട്ട് റീൽസ് ആൾക്കാർ ഷൂട്ട് ചെയ്യാറുണ്ട്. പേഴ്സണലി ഞാനും ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ അമ്പലത്തിൽ പോയി റീൽസ് ഷൂട്ട് ചെയ്യുന്നത് തെറ്റല്ല. അപ്പോൾ തന്നെയും ചില കാര്യങ്ങളിൽ എവിടെ പോകാൻ പാടില്ല എന്നുള്ളത് ഈ പോകുന്ന ആളുകൾ എല്ലാവരും തന്നെ അറിഞ്ഞിരിക്കേണ്ടതല്ലേ. തീർച്ചയായും നമ്മളൊക്കെ ഏത് ജോലി ചെയ്താലും നമ്മളൊക്കെ ജോലി ചെയ്യുമ്പോൾ പോലും പാലിക്കേണ്ട കുറെ മര്യാദകളുണ്ട്. അത് നമ്മൾ ഏത് സ്ഥലത്താണോ ജോലി ചെയ്യുന്നത് അവിടെ ഒരു ഡെക്കറം ഉണ്ടാവും. അതിനനുസരിച്ച് മാത്രമേ നമുക്ക് അവിടെ പ്രവർത്തിക്കാൻ വേണ്ടി സാധിക്കുള്ളൂ. നമുക്കറിയാം ഇന്ത്യയിൽ തന്നെ പല ടൂറിസ്റ്റ് സ്പോട്ടുകളിലും നമ്മൾ പോകുന്ന സമയത്ത് ക്യാമറ അകത്തേക്ക് കൊണ്ടുപോകാനായിട്ടുള്ള അനുവാദമില്ല. ചില സ്ഥലങ്ങളിൽ പൈസ കൊടുത്ത് ഒരു ടിക്കറ്റ് എടുത്തതിന് ശേഷം ക്യാമറ നമുക്ക് അകത്തേക്ക് കൊണ്ടുപോകാം. ചില സ്ഥലങ്ങളിൽ കമ്പൽസറി ആയിട്ട് കൊണ്ടുപോകാൻ പാടില്ല. അപ്പൊ നിങ്ങളൊരു വീഡിയോഗ്രാഫറോ ഫോട്ടോഗ്രാഫറോ ഒക്കെ ആണെങ്കിൽ അവിടെ ചെന്ന് തർക്കിച്ച് നിൽക്കുകയല്ല ചെയ്യുന്നത്. ആ നിയമങ്ങൾ അനുസരിച്ച് നമ്മൾ പോയി കണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ ഒരു സ്ഥലത്തിന് പാലിക്കേണ്ട ചില മര്യാദകളുണ്ട്. അത് ഏതൊരു വ്യക്തിയും പാലിക്കേണ്ടതാണ്. ഗുരുവായൂർ അമ്പലം എന്ന ഒരു ക്ഷേത്രത്തിനെ പറ്റി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾറെഡി അവിടെ അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല എന്നൊരു ബോർഡാണ് നമ്മൾ അകത്തേക്ക് കയറുമ്പോൾ തന്നെ നമ്മളെ വരവേൽക്കുന്നത്. ഞാൻ അകത്തേക്ക് കയറിയിട്ടില്ല, ഞാനൊരു ഹിന്ദു ആയിട്ടുള്ള വ്യക്തിയല്ല. ഞാനൊരു കല്യാണത്തിനൊക്കെ പോയ സമയത്ത് ഈ ബോർഡ് ഞാൻ കണ്ടിട്ടുണ്ട്. ഓൾമോസ്റ്റ് ആ ക്ഷേത്രത്തിൽ എല്ലായിടത്തും തന്നെ അത് ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇത് അകത്ത് കയറി തൊഴുക അല്ലെങ്കിൽ ചില പ്രത്യേക ഇടങ്ങളിൽ മാത്രമല്ല, അല്ലാണ്ട് നമുക്കൊരു കല്യാണത്തിന് പോയാൽ ആ വഴി പോയി ഭക്ഷണം കഴിക്കാൻ പാടില്ല അങ്ങനെയൊന്നുള്ള കാര്യങ്ങളല്ല പറയുന്നത്. ക്ഷേത്രത്തിനകത്ത് എന്നാണ് പറയുന്നത്. അപ്പൊ ഈ ഒരു സംഭവം അവിടെ നിലവിലുള്ളതാണ്, കാലങ്ങളായി നിലവിലുള്ള സംഗതിയാണ്. അത് കൂടാതെ തന്നെ ഹൈക്കോടതിയുടെ ഒരു വിധിയുണ്ട്, ഗുരുവായൂർ ക്ഷേത്ര പരിസരത്ത് റീൽസ് പോലുള്ള കാര്യങ്ങൾ, അങ്ങനത്തെ ഷൂട്ടിംഗ് പരിപാടികളൊന്നും പാടില്ല എന്നുള്ളത്. അപ്പൊ ഈ 2 കാര്യങ്ങളും അവിടെ റീൽസ് ചെയ്യാൻ പോകേണ്ട ഒരു വ്യക്തി മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്. അപ്പൊ എനിക്ക് അറിയില്ലായിരുന്നു എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നിയമപരമായിട്ട് പോലും വാലിഡ് അല്ലാത്ത ഒരു പോയിന്റ് ആണ്. കാരണം നമുക്കൊരു കാര്യം അറിയില്ല എന്ന് പറയുന്നത് ഒരു തെറ്റാണ്, അറിവില്ലായ്മ തെറ്റാണ്. ഇതൊക്കെ നമ്മൾ അറിയേണ്ടതാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ഗുരുവായൂരുള്ള കോടതി വിധി ജാസ്മിൻ അറിയാതെ ഇരിക്കാം, പക്ഷേ ആ ബോർഡ് കണ്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു തരത്തിലും അംഗീകരിക്കാൻ സാധിക്കില്ല. ജാസ്മിൻ ഒരു ഹിന്ദു അല്ല എന്നുള്ളത് ഈ കേരളത്തിൽ അവരെ അറിയുന്ന എല്ലാ ആളുകൾക്കും അറിയാം. അങ്ങനെ പബ്ലിക് ആയിട്ടുള്ള എന്താ പറയുക ഒരു ഫെയിമുള്ള ഒരു വ്യക്തി ആ ക്ഷേത്രത്തിനകത്ത് കടന്നു ചെന്ന് ഒരു റീൽസ് ഷൂട്ട് ചെയ്യുമ്പോൾ ഇത് കണ്ടിരിക്കുന്ന മറ്റാളുകളുടെ ഉള്ളിൽ ഉണ്ടാകുന്ന വികാരം എന്താണെന്നുള്ളത് ചിന്തിക്കണം. നമുക്കറിയാം കുറെ കാലങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്ന വലിയൊരു കോൺഫ്ലിക്റ്റ് ആയിരുന്നു യേശുദാസുമായി ബന്ധപ്പെട്ടത്. യേശുദാസിന് ഗുരുവായൂർ ക്ഷേത്രത്തിനകത്ത് പ്രവേശനം നിഷേധിച്ചു. കാരണം എന്താണ്, നമുക്കറിയാവുന്ന പോലെ തന്നെ യേശുദാസ് ക്രിസ്ത്യാനിയാണ്. അപ്പൊ ഒരു അഹിന്ദു ആയതുകൊണ്ട് തന്നെ അദ്ദേഹം അകത്തേക്ക് കയറരുത്. നമുക്കറിയാം എല്ലാ ക്ഷേത്രങ്ങളിലും നട തുറക്കുന്നത് മുതൽ നട അടയ്ക്കുന്നത് വരെ ഉയർന്നു കേൾക്കുന്ന ആ ഒരു ശബ്ദം എന്ന് പറയുന്നത് യേശുദാസിന്റേതാണ്. അപ്പൊ നമ്മൾ എല്ലാവരും പറഞ്ഞതാണ് മാനവികതയുടെ പേരിൽ സൗണ്ട് നിങ്ങൾക്ക് തടയാൻ പറ്റില്ലല്ലോ. അത് ഹിന്ദു ആയാലും അഹിന്ദു ആയാലും അതിനെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ പോലും
ഈ ഒരു സംഗതി ചർച്ചയായതാണ്. ഒരിക്കലും ഒരു മനുഷ്യനെ മതത്തിന്റെയോ ജാതിയുടെയോ ഒക്കെ പേരിൽ അയിത്തം കൽപ്പിക്കുന്നതിന് നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. ഒരിക്കലും 2025 ശേഷം വരുന്ന ഒരു കാലഘട്ടവും അങ്ങനെ ആകാൻ പാടില്ല. എന്നാൽ ഈ ക്ഷേത്രങ്ങളുടെ കാര്യം നോക്കുകയാണെങ്കിൽ, മതപരമായിട്ടുള്ള ആരാധനാലയങ്ങളുടെ കാര്യം നോക്കുകയാണെങ്കിൽ, ഒരു സമയത്ത് ക്ഷേത്രങ്ങളിൽ അവർണർക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല. അവിടെ സവർണർക്ക് മാത്രമായിരുന്നു ക്ഷേത്രത്തിനകത്ത് പ്രവേശനം. അപ്പൊ ആ സമയത്തും ഈ അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല എന്നൊരു സംഗതി അവിടെ നിലവിലുണ്ട്, ശരിയല്ലേ? പക്ഷേ ഹിന്ദുവായിട്ടും ജാതീയപരമായുള്ള വേർപെടൽ കൊണ്ട് മാത്രം ഒരു അവർണനെ കയറ്റുന്നില്ല എന്നൊരു കാര്യം മാത്രം വലുതായി ചർച്ച ചെയ്യുന്നത് കൊണ്ട് ഒരു അഹിന്ദുവിന് ക്ഷേത്രത്തിനകത്തേക്ക് കയറണം, അല്ലെങ്കിൽ അതൊരു വലിയ കാര്യമാണ് എന്ന് തോന്നിയില്ല. തങ്ങളുടെ ആരാധനാലയങ്ങൾ തങ്ങൾക്കുണ്ടല്ലോ എന്ന് അവർ വിചാരിച്ചിരുന്നത് കൊണ്ടാണ് അത് ചർച്ചയാവാതിരുന്നത്. ഞാൻ പറഞ്ഞത്, ഇപ്പോൾ ഈ പ്രത്യക്ഷമായി കാണുന്ന ഈ അയിത്തപ്പലക അന്നും അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ നമുക്കറിയാം, ക്ഷേത്രപ്രവേശന വിളംബരം പോലുള്ള വലിയ കോൺഫ്ലിക്റ്റുകളിലൂടെ രാജാക്കന്മാര് ധൈര്യം കാണിച്ച് അവർണരെ ക്ഷേത്രത്തിനകത്ത് പ്രവേശിപ്പിച്ച് ആ അയിത്തം ഇല്ലാതെയാക്കി. അപ്പോൾ പോലും അഹിന്ദുക്കളെ പ്രവേശിപ്പിക്കാൻ ഇങ്ങനൊരു മുൻകൈ അന്നും എടുത്തില്ല. ഇന്ന് ജനാധിപത്യത്തിന്റെ മേൽ ഭരിക്കുന്ന മന്ത്രിമാർക്കും അത് എടുക്കാൻ സാധിക്കില്ല. എന്തുകൊണ്ട് എടുക്കാൻ സാധിക്കില്ല? ഇന്ത്യ മതേതര രാജ്യമാണ് എന്ന് നാഴേക്ക് 40 വട്ടം എടുത്തെടുത്ത് പറയുന്ന പല വ്യക്തികൾക്കും യഥാർത്ഥത്തിൽ ഈ വാക്കിന്റെ അർത്ഥം മനസ്സിലായിട്ടില്ല എന്ന് വേണം കരുതാൻ. മതേതരത്വം എന്ന് പറഞ്ഞാൽ നമ്മൾ ജീവിക്കുന്ന ഈ ഒരു നാട്ടില് നമ്മുടെ മതം വിശ്വസിക്കാനും ആചരിക്കാനും അത് പ്രചരിപ്പിക്കാനും ഉള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട്. അതേപോലെ തന്നെ മറ്റൊരാളുടെ മതത്തെ അംഗീകരിക്കാനും ബഹുമാനിക്കാനും മാത്രമേ നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുള്ളൂ. അതിനെ അവഹേളിക്കാനോ അവരുടെ വിശ്വാസത്തെ മുറിപ്പെടുത്താനോ നിങ്ങൾക്ക് ഇവിടെ സ്വാതന്ത്ര്യമില്ല. അവരെ നിങ്ങളുടെ മതത്തിലേക്ക് ബലമായി കൺവേർട്ട് ചെയ്യാനോ സ്വാതന്ത്ര്യമില്ല. അപ്പൊ ഇത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് വ്യക്തമായി നിങ്ങൾ മനസ്സിലാക്കണം. ജാസ്മിൻ ജാഫറിന് എല്ലാ സ്ഥലത്തും കയറി ചെല്ലാൻ അവകാശമുണ്ട് ഒരു മനുഷ്യൻ എന്ന രീതിയിൽ, ഒരു ഇന്ത്യക്കാരൻ എന്ന രീതിയിൽ എന്ന് പറയുമ്പോൾ തന്നെ ഗുരുവായൂർ ക്ഷേത്രമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന വ്യക്തികൾക്ക് അവരുടെ വിശ്വാസങ്ങളും ആചാരങ്ങളുമായി അതൊന്നും ഹനിക്കപ്പെടാതെ മുന്നോട്ട് പോകാനും അവകാശമുണ്ട്. കാരണം അവർ നടന്നു എന്ന് വേറൊരാളുടെ അവകാശത്തിൽ ഇടപെടുകയല്ല ചെയ്യുന്നത്. അവർ അവരുടേതായിട്ടുള്ള സ്ഥലത്ത് അവരുടേതായ രീതിയിൽ ജീവിക്കുകയാണ് ചെയ്യുന്നത്. അത് തെറ്റാണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല. കാരണം നമ്മളെല്ലാവരും വീട്ടിൽ ജീവിക്കുന്ന വ്യക്തികളല്ലേ. നമ്മുടെ വീട്ടിൽ വരുന്ന ഒരു വ്യക്തി നമ്മുടെ വീടിനനുസരിച്ച് പെരുമാറണമെന്നല്ലേ നമ്മൾ ചിന്തിക്കുന്നത്. അല്ലാതെ അയാൾ എങ്ങനെയാണോ ആ രീതിയിൽ എന്റെ വീട്ടിൽ വന്ന് പെരുമാറിയാൽ ഞാൻ സമ്മതിക്കും, ഇത് എന്റെ വീടാണ്, ഇവിടെ ഞാൻ പറയുന്നത് പോലെ നടക്കൂ എന്ന് ഞാൻ പറയില്ലേ. ക്ഷേത്രങ്ങളെ സംബന്ധിച്ചാണെങ്കിലും ഇതുപോലെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഗുരുവായൂർ ക്ഷേത്രത്തെ സംബന്ധിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ക്ഷേത്രങ്ങളാണ്. ഈ അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല എന്ന ബോർഡ് ഉള്ളത്, ഇന്ന് നിലവിലുള്ളത് ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ക്ഷേത്രങ്ങളിലാണ്. എന്ന് വെച്ചാൽ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും ആ ബോർഡ് ഉണ്ടെന്നല്ല പറഞ്ഞത്. ഉണ്ടെങ്കിൽ അത് ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ക്ഷേത്രങ്ങളിലാണ്. അല്ലാതെ സ്വകാര്യ വ്യക്തികൾ നടത്തുന്ന ക്ഷേത്രങ്ങളിലൊന്നും ഇങ്ങനത്തെ ബോർഡും ഇല്ല. ആർക്ക് വേണമെങ്കിലും അതിനകത്ത് കയറി മൂർത്തിനെ കാണുകയോ തൊഴുകയോ എന്ത് വേണമെങ്കിലും ചെയ്യുകയും ചെയ്യാം. അപ്പോ ഇത് മാറ്റണമെന്നുണ്ടെങ്കിൽ സത്യത്തിൽ സർക്കാരാണ് ഇതിന് മുൻകൈ എടുത്ത് മാറ്റേണ്ടത്. അപ്പോൾ പോലും അവരിതിൽ തൊടാൻ മടിക്കുന്നത് ഇത്തരത്തിലുള്ള വിശ്വാസ പ്രശ്നങ്ങൾ ഇന്ത്യയിൽ ഒരു നിയമപ്രശ്നമായതുകൊണ്ടാണ്. എന്തുകൊണ്ടാണ് നിയമപ്രശ്നമായത്? ആളുകളുടെ വിശ്വാസം വളരെ വലുതാണ്. ഇന്ത്യ അങ്ങനെയാണ്, വൈവിധ്യങ്ങളുടെ നാടാണ്. പല വ്യക്തികൾ, പല ആരാധനാലയങ്ങൾ, പല ദൈവങ്ങൾ, അവരൊക്കെയും ഇവിടെ പരസ്പര സന്തോഷ സഹോദരത്തോട് ജീവിച്ചു പോകുമ്പോൾ മാത്രമേ മതേതര ഇന്ത്യ പൂർണ്ണമാവുകയുള്ളൂ. നമുക്കറിയാം, മതസ്പർദ്ധ എന്ന് പറയുന്ന ഒരു കേസ് എത്രത്തോളം സ്ട്രോങ് ആണ് നമ്മുടെ നാട്ടിൽ. അതായത് ഇപ്പോൾ ക്രിസ്ത്യാനിയായ ഞാൻ എന്റെ ക്രിസ്ത്യാനിറ്റി വെളിപ്പെടുത്തുന്ന, അല്ലെങ്കിൽ ആ ഒരു ഇത് വെളിപ്പെടുത്തുന്ന ഒരു കുരിശോ മറ്റോ ഇട്ടുകൊണ്ട് മറ്റൊരു മതക്കാരനെ വീഡിയോയിലൂടെയൊക്കെ വിമർശിച്ചു കഴിഞ്ഞാൽ മതസ്പർദ്ധയ്ക്ക് കേസാണ്. അതായത് മറ്റൊരു മതത്തിൽപ്പെട്ട ഞാൻ ആ മതത്തിൽ ഒരു കലക്കം ഉണ്ടാക്കാനാക്കി ശ്രമിക്കുന്നു എന്നതാണ് ആ കേസിന്റെ ആധാരമായിട്ട് വരും. ഇതേ സെയിം കേസ് ജാസ്മിന്റെ കാര്യത്തിലും വരാനായിട്ട് നല്ല സാധ്യതയുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ആ കുട്ടി ഒരു മുസ്ലിമാണ്, അഹിന്ദുക്കൾക്ക് പ്രവേശനം ഇല്ലാത്ത സ്ഥലത്ത് പോയി അത് റീൽസ് എടുത്ത് നാട്ടുകാരെ കാണിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് തന്നെ മതസ്പർദ്ധ ഉണ്ടാക്കി എന്ന് പറഞ്ഞുകൊണ്ട് നിയമപരമായി പോകാനായിട്ടുള്ള സംഗതി അതിനകത്തുണ്ട്. അത് അവർ ചെയ്യുന്നുണ്ട് എന്നും പറയുന്നുണ്ട്. അത് കൂടാതെ ഈ ശുദ്ധീകലശം ചെയ്യുന്നതിന് അതൊരു മോശം സംഗതിയാണ് എന്ന് പറയുമ്പോൾ പോലും അത് അവരുടെ ആചാരമാണ് എന്ന് കരുതേണ്ടതാണ്. നിങ്ങൾ ആരെങ്കിലും ക്രിസ്ത്യാനി പള്ളിയിൽ പോയിട്ട് കുർബാന നടക്കുന്ന സമയത്ത് അവിടെ കിടന്ന് നിങ്ങൾ ബഹളം വയ്ക്കോ? നിങ്ങളുടെ രീതിയിൽ നിങ്ങൾ റീൽസ് ഷൂട്ട് ചെയ്യോ? ചെയ്യില്ല. ഒരു മുസ്ലിമിന്റെ മോസ്കിൽ പോയിട്ട് നിങ്ങൾ ചെയ്യോ? നല്ല അടി കിട്ടുമെന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം. ആളുകളുടെ വിശ്വാസം എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെയാണെന്ന് അറിയാം. അപ്പൊ ചില കുഴപ്പമില്ലാത്ത സ്ഥലങ്ങളിൽ കയറി ചെന്ന് പബ്ലിസിറ്റിക്ക് വേണ്ടി, ആൾക്കാർ നമ്മളെ മറന്നിരിക്കുന്നു എന്ന് മനസ്സിലാവുന്ന സമയത്ത് പബ്ലിസിറ്റിക്ക് വേണ്ടി ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളുടെ മെന്റാലിറ്റിയും കൂടി മനസ്സിലാക്കണം എന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഇന്ത്യയിൽ മതേതരത്വം സംരക്ഷിക്കുക എന്ന് പറയുന്നത് പിണറായി വിജയന്റെയോ അല്ലെങ്കിൽ ഇവിടുത്തെ സർക്കാരിന്റെയോ മാത്രം ഉത്തരവാദിത്തമല്ല. അത് ഓരോ വ്യക്തികളുടെയും ഉത്തരവാദിത്തമാണ്. ഓരോ വ്യക്തിക്കും ഇവിടെ സമാധാനം ഉണ്ടാക്കേണ്ട ഉത്തരവാദിത്തമുണ്ട്. ഒരു മനുഷ്യന്റെയും കാര്യത്തിൽ അങ്ങോട്ട് കയറി ചെന്ന് സ്പർദ്ധ ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഒരിക്കലും മര്യാദയുള്ള ഒരു വ്യക്തി ചെയ്യാൻ പാടില്ല. നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യാത്തടത്ത് കയറി ചെല്ലാതിരിക്കുക എന്നുള്ളതാണ് ഒരാളുടെ മര്യാദ പൂർണ്ണമായിട്ടുള്ള ഒരു നല്ല ക്യാരക്ടർ. എന്നെ വിളിക്കാത്തടത്ത് ഞാൻ എന്തിനാ പോകുന്നത്? എനിക്ക് കയറാൻ പറ്റാത്ത സ്ഥലം എന്ന് പറയുമ്പോൾ അവിടെ കയറി ഞാൻ വിപ്ലവം തെളിയിക്കുന്ന കാലഘട്ടമൊക്കെ പണ്ട്.
ഇന്നിപ്പോ മാന്യനായ മര്യാദക്കാരനായ ഒരു സ്ഥലത്ത് എന്നെ വിളിച്ചില്ലെങ്കിൽ 10 സ്ഥലത്ത് എനിക്ക് വേറെ വിളി കിട്ടും. അതിനുള്ള യോഗ്യത എന്റെ ക്യാരക്ടറിൽ ഉണ്ടായാൽ മതി. അപ്പൊ ഇതൊക്കെ മാറും. ഈ പറയുന്ന ഇത് അവരുടെ കൂട്ടത്തിൽ തന്നെ, അതായത് ഹിന്ദുക്കളിൽ തന്നെ നല്ല രീതിയിൽ ചർച്ചയാവുന്ന കാര്യമാണ്. ഏത് മൂർത്തിക്കാണ് ഹിന്ദു അല്ലാത്ത ഒരു വ്യക്തി, അയാൾ പക്ഷെ വിശ്വാസിയായിരിക്കാം, അയാളെ വിലക്കാൻ എങ്ങനെയാണ് സാധിക്കുന്നത്? ഇപ്പൊ കൃഷ്ണൻ എന്ന് പറയുന്നത് നമുക്കറിയാം സ്ത്രീകൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു ദൈവമാണ്. അപ്പൊ റീൽസ് ചിത്രീകരിക്കുക എന്ന് പറയുന്നതൊക്കെ അവരുടെ ആ ഒരു വികാരമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഉള്ള സംഗതിയാണ്. അപ്പൊ ഇതൊക്കെ ഇത്രയും കർക്കശമാകേണ്ടതുണ്ടോ എന്ന രീതിയിൽ എല്ലാ മതങ്ങളെയും തന്നെ ചർച്ച നടക്കുന്നുണ്ട്. എല്ലാ മതങ്ങളും തന്നെ ഈ പറയുന്നത് പോലെ ഈ കാര്യത്തിലൊക്കെ കുറച്ച് പടകിലേക്കാണ്. നമ്മൾ കറക്റ്റ് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു അമ്മാവൻ വൈബാണ് അവർക്കൊക്കെ ഉള്ളത്. അപ്പൊ അതൊക്കെ മാറും. ഈ അവർണറുടെ കാര്യത്തിൽ ക്ഷേത്രപ്രവേശന വിളംബരം ഒക്കെ ഉണ്ടായതുപോലെയൊക്കെ തന്നെ അതൊക്കെ മാറിയേക്കും. പക്ഷേ പഴയ ഒരു വിപ്ലവത്തിന്റെയും സമരത്തിന്റെയും ഒക്കെ ഒരു സമരമുറ ഇന്നത്തെ കാലത്ത് എടുത്തത് കൊണ്ട് ഡാമേജ് അല്ലാതെ നല്ല രീതിയിലുള്ള ഒരു പ്രോഗ്രസ് ഉണ്ടാവില്ല. അപ്പൊ നല്ല രീതിയിൽ പ്രോഗ്രസ് ഉണ്ടാവണമെങ്കിൽ വ്യക്തികൾ അത് അറിഞ്ഞും കണ്ടും പ്രവർത്തിക്കണം എന്ന് തന്നെയാണ് പറയാനുള്ളത്. അപ്പൊ ശുദ്ധീകലശം എന്ന് പറയുന്നത് അല്ലെങ്കിൽ പുണ്യാഹം തളിക്കുക എന്നൊക്കെ പറയുന്നത് ഹിന്ദു മതത്തിന്റെ റിച്വലിന്റെ ഭാഗമാണെങ്കിൽ അവരത് ചെയ്തോട്ടെ. ആർക്കെന്താണ് പ്രശ്നം? നിങ്ങളുടെ വീട്ടിൽ കൊണ്ടൊന്നും പുണ്യാഹം തളിക്കുന്നില്ലല്ലോ, അവർ അമ്പലത്തിലല്ലേ തളിക്കുന്നത്. അപ്പൊ അതിനെ അങ്ങനെ മാത്രം എടുക്കുകയാണെങ്കിൽ ഈ പ്രശ്നം ഇവിടെ കൊണ്ട് തീരും. അതല്ല ചർച്ച ചെയ്യാം, വഷളാക്കാം. അപ്പൊ ഇപ്പുറത്തുള്ളവര് നിങ്ങളുടെ മതത്തിലെ പ്രശ്നങ്ങൾ എടുത്തിടും, ഈ മതത്തിലെ പ്രശ്നങ്ങൾ എടുത്തിടും, അങ്ങോട്ടും ഇങ്ങോട്ടും പടവെട്ടാം, അടിയുണ്ടാക്കാം. നല്ലതൊന്നും ഇവിടെ സംഭവിക്കുകയില്ല എന്നതാണ് പറഞ്ഞു വരുന്നത്. അപ്പൊ നിങ്ങൾക്കും ഇതിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ എന്താണോ അത് ഇവിടെ കമന്റ് ചെയ്യാവുന്നതാണ്. ശബരിമലയുടെ കാര്യത്തിലും ഈ സെയിം കാര്യം തന്നെയാണ് പറയുന്നത്. ഒരു മൂർത്തിയെ കാണാൻ ചെല്ലുമ്പോൾ ആ മൂർത്തി പറയുന്നത് പോലെ അനുസരിച്ചാൽ മതി. ഇപ്പൊ ഈ മൂർത്തി പറയുന്നതാണോ ഇത് എന്നുള്ളൊരു പിടിവിൽ നടക്കുമ്പോൾ മൂർത്തി തന്നെ വന്ന് ഇന്നതാണെന്ന് പറയാതെ അവിടെ ഒരു തീരുമാനമാകില്ലല്ലോ. അപ്പൊ അതെല്ലാം അതിൻ്റെതായ വഴിക്ക് നടക്കട്ടെ. നമുക്ക് ഈ പറയുന്നത് പോലെ മതേതരത്വം കാത്തു സൂക്ഷിക്കാനും സമാധാനവും ഒക്കെ പുലരാൻ വേണ്ടിയിട്ടും എന്താണോ മാക്സിമം ചെയ്യാൻ കഴിയുക അത് ചെയ്യാം. ഇതുപോലെ മുതലെടുപ്പ് നടത്തുന്ന അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഇഷ്യൂ ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ഒരു സംഗതി ക്രിയേറ്റ് ചെയ്യുന്നത്. കാരണം അവർക്ക് ഇതുകൊണ്ട് നല്ല പ്രയോജനമുണ്ട്. അവരെ ഇനി മാപ്പ് വീഡിയോ ആയിട്ട് രംഗത്ത് വരാൻ ഇപ്പൊ അതാ വന്നു കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് 2-3 മീഡിയാസ് അവരെ ഇന്റർവ്യൂവിന് വിളിക്കും, അതിന് അവർക്ക് പേയ്മെന്റ് പറയാം. അത് കഴിഞ്ഞ് ഇതുപോലുള്ള ഏതെങ്കിലും ഷോയ്ക്കൊക്കെ വിളിക്കും. അപ്പൊ അവർക്ക് ലൈം ലൈറ്റിൽ നിൽക്കാൻ വേണ്ടി ഇങ്ങനെ പലതും ചെയ്യാം. കോടതിയുടെ നിലവിലുള്ള അല്ലെങ്കിൽ കയറാൻ പാടില്ല എന്ന് എഴുതി വെച്ചിരിക്കുന്ന സ്ഥലത്ത് കയറി വന്ന് ചെയ്യുന്ന കാട്ടായങ്ങളൊന്നും മനഃപൂർവ്വമാണ്, അല്ലാതെ അറിയാതെ അല്ല. അത് അത്ര നിഷ്കളങ്കമല്ല എന്നുള്ളത് മനസ്സിലാക്കിയാൽ മതി. ഇത് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ. അപ്പോൾ തുടർന്ന് കാണുക പബ്ലിക് ഒപ്പീനിയൻ.